ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ എന്തായാലും രണ്ടും കൽപ്പിച്ചല്ല മൂന്നും കൽപ്പിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റയുടെ കാര്യം നമ്മൾ കണ്ടു. ടാറ്റയുടെ റേഞ്ച് റോവറിൻ്റെ കാര്യങ്ങളെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ടാറ്റയുടെ ഡിസൈനും ടെക്നോളജിയും എല്ലാം തന്നെ മാറി. ടാറ്റ ഒരു വേൾഡ് ക്ലാസ് ഒരു കമ്പനിയായി മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റുകൾ ഇറക്കുന്ന പ്രീമിയം ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഒട്ടും പുറകെയില്ലാതെ നമ്മുടെ മഹീന്ദ്രയും വെച്ച് പിടിച്ചിട്ടുണ്ട്. മഹീന്ദ്രയ്ക്കും യൂറോപ്യൻ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്കും യൂറോപ്പിൽ ഡിസൈൻ ടീമുണ്ട്, അവരുടെ ഡിസൈൻ സെൻ്ററുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വന്നിരിക്കുന്ന ഒരു ഡിസൈനായിരുന്നു നമുക്ക് 6 മാസം മുമ്പ് ആഫ്രിക്കയിൽ അവർ അവതരിപ്പിച്ച ഇലക്ട്രിക് കാറിൻ്റെ വേർഷനും അതുപോലെ തന്നെ ഈ കാണുന്ന സ്കോർപിയോ എന്നിൻ്റെ, അതായത് സ്കോർപിയോ എന്നിനെ ബേസ് ചെയ്ത് വരുന്ന ഗ്ലോബൽ പിക്കപ്പിൻ്റെ ഗ്ലോബൽ പിക്കപ്പ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് എന്ന് പറയുന്ന ശ്രേണിയിലേക്ക് വരുന്ന ഗ്ലോബൽ പിക്കപ്പ് എന്നാണ് അവർ അവതരിപ്പിച്ചത്. ആഫ്രിക്കയിലെ മോട്ടോർ ഷോയിൽ 6 മാസം മുമ്പ് അവതരിപ്പിച്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിരുന്നു. അത് നമുക്ക് നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കമൻറ്റ് സെക്ഷനിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഞാൻ ആഡ് ചെയ്തേക്കാം. എന്തായാലും ഇതിൻ്റെ ഇപ്പോൾ ഒരു പുതിയ ന്യൂസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 2-3 മാസം മുമ്പ് ഓൾറെഡി ഒരു സ്പൈഡ് വീഡിയോസ് ഇമേജസ് ഒക്കെ വന്നിരുന്നു ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അത് എന്തായാലും ഇതിൻ്റെ ആയിരുന്നില്ല, ഈ ഗ്ലോബൽ പിക്കപ്പിൻ്റെ ആയിരുന്നില്ല. എന്തായാലും ഇതിൻ്റെ ഇപ്പോൾ ഒരു ബ്രാൻഡ് നെയിമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പേറ്റൻറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ന്യൂസ് കേട്ടോ. ആദ്യം എന്തായാലും ഇത് സൗത്ത് ആഫ്രിക്കയിലാണ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വേൾഡ് മാർക്കറ്റിലേക്കാക്കി. ഇവരുടെ ഒരു സ്ലോഗൻ തന്നെ അങ്ങനെയായിരുന്നു, വേൾഡ് മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ വേൾഡ് ലോകത്തിന് വേണ്ടി ഇന്ത്യയിൽ നിന്നൊരു ഡിസൈൻ എന്നുള്ള ഒരു സ്ലോഗനോട് കൂടിയാണ് ഇവർ അന്ന് ആഫ്രിക്കയിൽ ഇറങ്ങി ആ മോട്ടോർ ഷോയിൽ അവതരിപ്പിച്ചത് കേട്ടോ. അപ്പോൾ അത് തന്നെ ശരി വെച്ചുകൊണ്ട് അവർ ആദ്യം ഒരു ഇറക്കാൻ പോകുന്നത്, അതായത് ഇപ്പോൾ ഈ വർഷം എന്തായാലും ഉണ്ടാവില്ല, 2021 പറയുന്നത്. ആദ്യം ഇത് മാർക്കറ്റിൽ അല്ലെങ്കിൽ വിപണിയിലേക്ക് വരാൻ പോകുന്നു സൗത്ത് ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്കയും അതുപോലെ ഓസ്ട്രേലിയയും പോലെയുള്ള രാജ്യങ്ങളിലേക്കായിരിക്കും ആദ്യം വരാൻ പോകുന്നത് ഈ വണ്ടി. അതിനുശേഷമായിരിക്കും നമുക്ക് ഇന്ത്യയിലേക്ക് ഇതിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇതിൻ്റെ ഓൾറെഡി നമുക്ക് സ്കോർപിയോ ബേസ് ചെയ്തുള്ളൊരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് പഴയതുണ്ട്. പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിക്കപ്പുകളുടെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ പിക്കപ്പിൻ്റെ ഒരു രീതി ഇന്ത്യയിൽ ഇല്ലാതിരുന്നുകൊണ്ടാവണം അന്ന് വണ്ടി അത്രയ്ക്ക് സക്സസ് ആയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ സ്കോർപിയോയിൽ ബേസ് ചെയ്താണ് കേട്ടോ അന്ന് അവതരിപ്പിച്ച വണ്ടി കേട്ടോ. അപ്പോൾ പുതിയ സ്കോർപിയോ എന്നിനെ ബേസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റായിരുന്നു ആഫ്രിക്കയിൽ അവർ അവതരിപ്പിച്ചത്. എന്തായാലും യൂറോപ്യൻ മാർക്കറ്റിൽ ലാറ്റിൻ അമേരിക്കൻ, ഓസ്ട്രേലിയ, ആഫ്രിക്ക പോലെയുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും ആദ്യം ഇവർ കൊണ്ടുവരുന്നത്. അവിടുത്തെ വിജയത്തിനനുസരിച്ചായിരിക്കും ഇന്ത്യയിലേക്ക് വരാനുള്ള പ്ലാൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് പിന്നീട് ഒരു ലോഞ്ച് അവർ വെച്ചിരിക്കുന്നത്. ആദ്യം ഈ രാജ്യങ്ങളിൽ ചെയ്തതിന് ശേഷം വിജയത്തിന് ശേഷമായിരിക്കും ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. എന്തായാലും ഇത് വരാനായിട്ട് ഇനിയിപ്പോൾ 2025 എന്തായാലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് വരും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പേറ്റൻറ്റിന് അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അത്ര ഒരു ന്യൂസാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ പിക്കപ്പുകൾ ഇപ്പം നമുക്ക് ഹൈലക്സ് ഒക്കെ വന്നു. ഹൈലക്സിൻ്റെ ഒക്കെ ഹൈ റേഞ്ച് സാധനങ്ങളാണ്. അതുപോലെ ഇസൂസുവിൻ്റെ വിമാക്സ് ഒക്കെ ഉണ്ട്, വിമാക്സ് ഡിമാക്സ് ഉണ്ട്. അതുപോലെ തന്നെ ബൊലീറോയുടെ തന്നെ, മഹീന്ദ്രയുടെ തന്നെ ബൊലീറോ ക്യാമ്പറിൻ്റെ ബൊലീറോയുടെ ഒരു വേർഷനായ ക്യാമ്പറുണ്ട്. പക്ഷേ അത് കൂടുതലായിട്ടും ടാക്സി യൂട്ടിലിറ്റി വെഹിക്കിൾസ് ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതൊരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പായിട്ട് ഒത്തിരി ആൾ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ കുറേ അറിയാവുന്നവരൊക്കെ അതിനെ മോഡിഫൈ ചെയ്ത് ക്യാമ്പറായിട്ടും അതുപോലെ ലൈഫ് സ്റ്റൈൽ പിക്കപ്പായിട്ടും കൊണ്ടുകൊടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ജീവിത രീതികൾ മാറുന്നു, അതുപോലെ സ്റ്റൈലുകൾ മാറുന്നതനുസരിച്ച് ആ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാനായിട്ടായിരിക്കണം അപ്പോൾ ലോകത്തിന് വേണ്ടി ഇന്ത്യയിൽ നിന്നൊരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഈ സ്കോർപിയോ എന്നിനെ ബേസ് ചെയ്തുള്ള ഈ ഗ്ലോബൽ പിക്കപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിന് പുതിയതായിട്ട് അവർ പേറ്റൻറ്റ് കൊടുത്തിരിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ സ്കോർപിയോ എക്സ് എന്നാണ് കേട്ടോ. എന്തായാലും നമുക്ക് 2025 ഇവൻ്റെ പ്രൊഡക്ഷൻ വേർഷൻ കാണാം, അതുപോലെ പ്രൊഡക്ഷൻ കാണാൻ പറ്റും. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്തായാലും കാണാൻ പറ്റും 25-ൽ. 26 ആദ്യമോടെ അല്ലെങ്കിൽ 25 അവസാനമായിരിക്കും കേട്ടോ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നതൊക്കെയാണ് പുതിയ ന്യൂസുകൾ വരുന്നത്. എന്തായാലും പുത്തൻ ഡിസൈനും ആകെ കൂടിയുള്ള മൊത്തത്തിലൊരു ലുക്കും വെച്ചിട്ട് എന്തായാലും നല്ലൊരു സക്സസ് ആയിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.